മുസണ്ടം ഒമാൻ്റെ ടെറിട്ടറിയിലുള്ള ഒരു പീസ് ഓഫ് ലാൻഡ് വിച്ച് ഈസ് ഫുള്ളി സറൗണ്ടഡ് ബൈ വാട്ടർ. പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇതൊരു അണ്ടർ റേറ്റഡ് ഡെസ്റ്റിനേഷനാണ്. പ്രത്യേകിച്ച് ദുബായ്ക്കാർക്ക് വളരെ എളുപ്പത്തിൽ പോകാൻ പറ്റുന്ന ഒരു വീക്കെൻഡ് ഡെസ്റ്റിനേഷനാണ്. ഈ കാണുന്ന പോലെ ഇതിൻ്റെ ഫുൾ ഫ്ലെഡ്ജ്ഡ് ബ്യൂട്ടി കിട്ടണമെങ്കിൽ റാസൽ കെയ്ം എന്ന് പറഞ്ഞെടുക്കാൻ ഫ്രം റാസൽ കെയ്മ ടു കസബ് ബോർഡർ ഫോർമാലിറ്റീസൊക്കെ കഴിഞ്ഞ് നിങ്ങൾ ഈ റോഡിലേക്ക് കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്ര ബ്യൂട്ടിഫുള്ളാണെന്ന്. ഏകദേശം 35-40 കിലോമീറ്റർ ഈ ഒരു കർവ് കോസ്റ്റൽ മൗണ്ടൻ റോഡ് വിത്ത് എ സ്റ്റണ്ണിങ് വ്യൂ. ഒരു സൈഡ് നിങ്ങൾക്ക് കാണാം ബ്ലൂ വാട്ടറും, മറ്റേ സൈഡ് മൗണ്ടൻസും. ഈ ഒരു കോമ്പിനേഷൻ തന്നെ ഇറ്റ്സ് മോർ ദൻ എനഫ്. പല ആൾക്കാർക്ക് അറിയുന്ന കാര്യം കൂടിയാണ്, പക്ഷേ ഇതൊരു സൂപ്പർ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേക്കേഷൻ ഓപ്ഷൻ കൂടിയാണ്. നമ്മളും അതുപോലൊരു 1 ഡേ സ്റ്റേക്കേഷനായിരുന്നു പ്ലാൻ ചെയ്തത്. ഹോട്ടൽസ് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് അവിടെ അവൈലബിൾ ആണ്. ലക്ഷറി വേണമെങ്കിൽ ലക്ഷറി ഉണ്ട്, അപ് ടു 4000 വരെ പോകുന്നതുണ്ട്. നമ്മൾ ചൂസ് ചെയ്തൊരു മിഡ് റേഞ്ചിലുള്ളതാണ് അത്താന കസബ് ഹോട്ടൽ. അത്യാവശ്യം എല്ലാ ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്നൊരു ഹോട്ടലാണ് അത്താന കസബ്. സ്റ്റാർട്ടിങ് ഫ്രം 500, മേ ബി ഇറ്റ് വിൽ ഗോ അപ് ടു 1000 അതിൻ്റെ കാറ്റഗറി അനുസരിച്ച്. അവിടെ തന്നെ കുറേ ഓപ്ഷൻസ് ഉള്ള റൂംസ് ഉണ്ട്. നമ്മൾ ചൂസ് ചെയ്ത സീ വ്യൂ ആണ്. റൂംസിൻ്റെ കുറച്ച് റാൻഡം ക്ലിപ്സൊക്കെ ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. ബാൽക്കണി വ്യൂ ഒക്കെ ബ്യൂട്ടിഫുള്ളാണ്. അവിടെ ഇരുന്നൊരു സ്ട്രോങ് ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കാൻ തന്നെ നല്ല രസമാണ്. വെൻ ഇറ്റ് കംസ് ടു ഫുഡ്, അത്യാവശ്യം ഒരു 3 സ്റ്റാർ to 4 സ്റ്റാർ കാറ്റഗറിയിലെ ഫുഡ് തന്നെയാണ് അവർ തന്നത്. എസ്പെഷ്യലി സീ ഫുഡ് ഓപ്ഷൻസ് കുറേ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഡയറക്റ്റ് നമ്മൾ പോയത് ഡോഗ് ക്രൂസ് എക്സ്പീരിയൻസ് ചെയ്യാനാണ്. ഈ മുസണ്ടൻ ട്രിപ്പിൻ്റെ എല്ലാവർക്കും അറിയുന്ന പോലെ മെയിൻ ഹൈലൈറ്റാണ് ഈ യാത്ര. ഇതിനെയാണ് അവർ ആക്ച്വലി നോർവേ ഓഫ് അറേബ്യ എന്ന് വിളിക്കുന്നത്. കാരണം ഇതൊരു ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആണ്. ഇതിൻ്റെ ടൈമിംഗ് ഒക്കെ നമ്മുടെ പ്രിഫറൻസ് അനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഫ്രം മോർണിംഗ് ടു ഈവനിങ് പല സ്ലോട്ടുകൾ അവൈലബിൾ ആണ്. ഇതിൽ തന്നെ ഡോൾഫിൻ വാച്ചിങ്, സ്നോർക്കലിംഗ്, സ്വിമ്മിങ്, പല ആക്ടിവിറ്റീസും ഇതിൽ ഇൻക്ലൂഡിങ് ആണ്. ഇതിൽ ഈ ഡോൾഫിൻ വാച്ചിങ് ഒരു ഭയങ്കര പ്ലസൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്താൽ മനസ്സിലാവും. നമ്മളെ കൂടെ ത്രൂ ഔട്ട് ദ ജേർണി നമ്മളെ കൂടെ ഇങ്ങനെ ട്രാവൽ ചെയ്യും. അതുകൊണ്ടാണ് അതിനെ ഒരു നോൺ ഹ്യൂമൻ ഇൻ്റലിജൻറ്റ് ക്രീച്ചർ എന്നറിയപ്പെടുന്നത്. പലതും നമ്മുടെ പല മൂമെൻറ്റ്സും അതിന് മനസ്സിലാക്കാൻ പറ്റും. നമ്മളെ കൂടെയുള്ള എക്സ്പേർട്സ് അത് പ്രോപ്പറായിട്ട് നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും. അങ്ങനെ ആ ബ്യൂട്ടിഫുൾ കടൽ യാത്ര ഫിനിഷ് ചെയ്ത് നമ്മൾ നേരെ പോയത് നിയർ ബൈ ഉള്ളൊരു വ്യൂ പോയിൻ്റ് കാണാനാണ്. ഖദർ അൽ നജദ് എന്നാണ് ഈ വ്യൂ പോയിൻറ്റിൻ്റെ പേര്. അത്യാവശ്യം സ്റ്റീപ്പി ആയിട്ടുള്ള റോഡാണ്, പക്ഷേ അതിൻ്റെ മുകളിലെത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേർത്താണ്. ഒരു ബ്യൂട്ടിഫുൾ വ്യൂ നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. യാത്രകൾ നമ്മൾ ചെയ്യണം, അത് ചെറുതോ വലുതോ എന്നല്ല, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ കൂടെ. ട്രാവൽ ക്യാൻ ഫിക്സ് എവറിത്തിങ് എന്നല്ലേ. എല്ലാം നാളെ എന്ന് വെച്ചാൽ ചിലപ്പം അത് സംഭവിക്കണമെന്നില്ല. ഇത് ഞാൻ പറഞ്ഞതിനോട് വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സീനാണ്. നമ്മുടെ യാത്രയിലിടയിൽ ക്യാപ്ചർ ചെയ്തൊരു വീഡിയോ ആണ്. അത്യാവശ്യം നല്ല പ്രായമുള്ള ഞങ്ങൾ കണ്ടാൽ മനസ്സിലാവും. ഗ്രാൻഡ് ഫാദർ യാത്ര ചെയ്യുന്നത് അവിടെ ഗ്രാൻഡ് സൺസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ മക്കളെ കൂടെയാണ്. ഇത് നമുക്ക് 2 രീതിയിലെടുക്കാം. ചിലപ്പം നല്ല കാലത്ത് ചെയ്യാൻ പറ്റാത്തത് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു പ്രോ ട്രാവലറായിരിക്കാം. എന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു.